പ്രാക്ടിക്കൽ വേൾഡില് there may be some shortage of materials due to delay in supply or abnormal loss of materials. നിങ്ങൾ പലപ്പോഴും എന്താണ് കടയിലേക്ക് പോയിട്ട് ഒരു ഐറ്റം ചോദിക്കുമ്പോൾ അവര് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് നമ്മളോട്, അയ്യോ അത് തീർന്നിരിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. സോ പ്രാക്ടിക്കൽ ലൈഫിൽ ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ അരി ചോദിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കടക്കാർ പറയും അത് തീർന്നു എന്ന് പറയും. അങ്ങനെ ചില ഐറ്റംസ് തീരാറുണ്ട്, ഷോർട്ടേജ് ഉണ്ടാകാറുണ്ട്. സോ പ്രാക്ടിക്കൽ ലൈഫിൽ എപ്പോഴും ഷോർട്ടേജ് ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ ഷോർട്ടേജ് അനുവദിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇഒക്യു കാണേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇൻ സച്ച് കേസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഷോർട്ടേജ് കോസ്റ്റ്. ഇതും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആനുവൽ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ കടന്നു വരുന്നുണ്ട്. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കാണുമ്പോൾ നമ്മൾ പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, ഷോർട്ടേജ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കിട്ടുന്നത്. എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോളേജിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടത്തെയാണ് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു പർട്ടിക്കുലർ മിഠായി ചോദിച്ചിട്ട് നമ്മൾ പറയണം അയ്യോ ആ മിഠായി ഇല്ല, തീർന്നു പോയി എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് നഷ്ടപ്പെടും. അയാൾ വേറെ കടയിൽ പോയിട്ട് ആ മിഠായി മേടിക്കും. സോ ആ കസ്റ്റമറിനെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഷോർട്ടേജ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കിട്ടുക. Sometimes it is better to allow shortage to occur in order to reduce the total inventory cost. ചില സമയങ്ങളിൽ ഷോർട്ടേജ് അലൗ ചെയ്യുന്നതാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സന്ദർഭങ്ങളിലെങ്കിലും ഷോർട്ടേജ് സമ്മതിക്കുകയാണെങ്കിൽ, ഷോർട്ടേജ് അലൗ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോർട്ടേജ് അനുവദിക്കാതിരിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമുക്ക് ലാഭകരം ഷോർട്ടേജ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇഒക്യു മോഡൽ വിത്ത് ഷോർട്ടേജ് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിത്ര, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചില സന്ദർഭങ്ങളിലെങ്കിലും ഷോർട്ടേജ് അനുവദിക്കുന്നതാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയാൻ നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ദിവ്യ, മനസ്സിലായോ നമ്മൾ സംസാരിച്ചത്? മനസ്സിലായി. അതായത് അപ്പൊ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ്, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്, ആനുവൽ ഷോർട്ടേജ് കോസ്റ്റ്, ആനുവൽ പർച്ചേസ് കോസ്റ്റ്. വെരി ഗുഡ്, മിടുക്കി. ഈ 4 കാര്യങ്ങള് ആഡ് ചെയ്താലാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഫൈൻ. രഞ്ജിഷ, രഞ്ജിഷ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആയില്ല സർ, ഒന്നുകൂടി പറഞ്ഞുതരോ? ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ഇനി നമ്മൾ ഈ സ്ലൈഡിൽ കാണാൻ പോകുന്നത്. അപ്പൊ രഞ്ജിഷ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഷോർട്ടേജ് കോസ്റ്റ് occur when customer demand or internal demand for raw material cannot be met because of insufficient inventory on hand. ഒരു മിനിറ്റ്, ആരെക്കൊണ്ടോ ഇതറക്കട്ടെ. ശരി. യെസ്, പിള്ളേരുടെ ശല്യമാണ്. ഓക്കെ, യെസ്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഷോർട്ടേജ് കോസ്റ്റ് occur when customer demand or internal demand for raw materials cannot be met. കസ്റ്റമറിന്റെ ഡിമാൻഡോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിമാൻഡ്, റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ ഡിമാൻഡോ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ,
സഫീഷ്യന്റ് ഇൻവെന്ററി ഇല്ലാതെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് കോസ്റ്റ് മേ ഇൻക്ലൂഡ് ലോസ് ഓഫ് സെയിൽസ് നഷ്ടപ്പെടാം, നമുക്ക് ലോസ് ഓഫ് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാം, ലോസ് ഓഫ് ഗുഡ് വിൽ, നമുക്ക് ഗുഡ് വില്ല് നഷ്ടപ്പെടാം, ലോസ് ഡ്യൂ ടു സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും. റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും, അപ്പൊ നമുക്ക് നഷ്ടം സംഭവിക്കും. ആൻഡ് കോസ്റ്റ് ഓഫ് ബാക്ക് ഓർഡറിങ്. എന്താണ് ബാക്ക് ഓർഡറിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും, അത് അടുത്ത സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ കൂടിയതാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷോർട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഒരു കടക്കാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ. ഓക്കെ, എന്നിരുന്നാൽ കൂടി ചില സന്ദർഭങ്ങളിൽ ഷോർട്ടേജ് അനുവദിക്കുന്നതാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയാൻ നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ ഒരാൾക്ക്? മനസ്സിലായി? ഓക്കെ, രഞ്ജിഷിക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ശ്രീലേഖ, ശ്രീലക്ഷ്മി മനസ്സിലായി. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ബാക്ക് ഓർഡറിങ് എന്താന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ബാക്ക് ഓർഡറിങ് ഒരു പുതിയൊരു ടേമാണ്. നവ്യ, ബാക്ക് ഓർഡറിങ് എന്താന്നുള്ളത് മനസ്സിലായോ? ബാക്ക് ഓർഡറിങ് നവ്യയുടെ സൗണ്ട് കേൾക്കുന്നില്ല. മിഥുന സർ, ബാക്ക് ഓർഡറിങ് ഒരു പുതിയൊരു ടേമല്ലേ, കേട്ടിട്ടുണ്ടോ? റിപ്പീറ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നതാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നതല്ല, നമ്മള് എന്താണ് ഇപ്പോ ഒരാള് വന്നിട്ട് ഒരു മെറ്റീരിയൽ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല വിചാരിക്കുക. അപ്പൊ അയാളോട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും, 2 ദിവസം വെയിറ്റ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്ന ഒരു എന്താണ് ഓർഡറിനെയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. എന്താന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് കേട്ടോ മാഡം. ഇന്ന് ബാങ്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇന്നില്ല അല്ലെ? ഓക്കെ. ശരി. ഞാന് എന്റെ പേര് കമൽരാജ് എന്നാണ്. ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എന്താണ് പൈസ ഇനി അടയ്ക്കാനുണ്ട്. 2 തവണകളായിട്ട് അടയ്ക്കാമെന്നാണ് അന്ന് നമ്മൾ സംസാരിച്ചത്. അത് എനിക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. PNB ഇല്ല. ശരി. അതെ. ശരി. എന്താണ് PNB 1 ആണോ അതിന്റെ ആപ്പിന്റെ പേര്? ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താണ് ബാക്ക് ഓർഡർ എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ബാക്ക് ഓർഡർ എന്താന്നുള്ളത് നോക്കിക്കോളൂ. Back order is the process of accepting the order of the customer even if the product is out of stock. Back order is the process of accepting the order of the customer even if the product is out of stock. Product ഇല്ലെങ്കിൽ കൂടി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, നമുക്ക് ഇപ്പൊ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ കസ്റ്റമറിന്റെ ഓർഡർ റിജക്റ്റ് ചെയ്യുന്നില്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. കസ്റ്റമറിനോട് നമ്മൾ പറയുന്നു 2 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്ന് പറയുന്നു. ഈ രീതിയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. whenever the stock is reached, this back order will be cleared first. എപ്പോഴാണോ നമ്മുടെ ഗോഡൌണിലേക്ക് സ്റ്റോക്ക് എത്തുന്നത് അപ്പൊ തന്നെ നമ്മൾ ഈ കസ്റ്റമറിന്റെ അടുത്തേക്ക് ആ ഗുഡ്സ് എത്തിക്കും. ഈ രീതിയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. സോ ബാക്ക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ is the process of accepting the order of the customer even if the product is out of stock. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കട നടത്തുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു കട നടത്തുകയാണ്. ഓക്കെ, സോ ആ ഒരു പലചരക്ക് കടയാണ് നടത്തുന്നത് വിചാരിക്കുക. ഒരാൾ വന്നിട്ട് ഒരു എക്സാമ്പിൾ ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ, when a customer comes to your store for 100 Lexi pen,
നമ്മുടെ കടയിൽ, നമ്മളൊരു സ്റ്റേഷനറി കടയാണ് നടത്തുന്നത്, നമ്മുടെ കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് പറയാണ് 100 ലെക്സിപ്പെൻ വേണമെന്ന് പറയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ 30 ലെക്സിപ്പെന്നെ നമ്മുടെ സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ 70 ലെക്സിപ്പെൻ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അയാളോട് എന്താ പറയുന്നത്? നമ്മൾ അയാളെ റിജക്ട് ചെയ്യുന്നില്ല, അയാളുടെ ഓർഡർ റിജക്ട് ചെയ്യുന്നില്ല. നമ്മൾ അയാളോട് എന്താ പറയുന്നത്? വി ടെൽ ദ കസ്റ്റമർ ദാറ്റ് യു വിൽ അറേഞ്ച് ദ റിമൈനിങ് 70 പെൻ ഇൻ 2 days. നമ്മൾ ബാക്കി വരുന്ന 70 പേന 2 ദിവസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ 100 പേന ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് കസ്റ്റമർ വരുന്നത്. സോ ആ കസ്റ്റമറിനെ നിങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല. കസ്റ്റമറിന്റെ കയ്യിലേക്ക് നിങ്ങൾ 30 ലെക്സിപ്പെൻ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നു? ഷോർട്ടേജ് വന്നിട്ടുള്ള 70 ലെക്സിപ്പെൻ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു. ഓക്കെ, ദ കസ്റ്റമർ ആക്സെപ്റ്റ്സ്. കസ്റ്റമർ പറയുന്നു ശരി, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് 70 പേന കിട്ടിയാൽ മതി എന്ന് പറയുന്നു. ദിസ് ഈസ് കോൾഡ് ബാക്ക് ഓർഡർ. ഇതിനെയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. As soon as fresh Lexipen pack of 500 reaches to your store, നമ്മുടെ സ്റ്റോറിലേക്ക് 500 ലെക്സിപ്പൻ ആണ് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുക. 500 ലെക്സിപ്പൻ എത്തിയ ഉടനെ അടുത്ത 70 പേന എടുത്തിട്ട് നമ്മൾ ആർക്ക് കൊടുക്കും? ഈ കസ്റ്റമറിന് നമ്മൾ കൊടുക്കും. ഈ രീതിനെയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ബാക്ക് ഓർഡർ എന്നുള്ളത്? കാർത്തിക്, ബാക്ക് ഓർഡർ എന്താണെന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി സർ. ചിത്ര, മനസ്സിലായോ? ചിത്ര മനസ്സിലായി. ആതിര മനസ്സിലായി. സോ ഈ രീതിയിൽ നമ്മൾ ഒരു കസ്റ്റമറിനെ നമ്മൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ കൂടി അയാളെ നിരാശപ്പെടുത്തില്ല, അയാളുടെ ഓർഡർ നമ്മൾ റിജക്ട് ചെയ്യില്ല, നമ്മൾ അയാളുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്തിച്ചു തരാം എന്ന് പറയുന്ന ആ ഓർഡറിനെയാണ് നമ്മൾ ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ലെക്സിപ്പെനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും. അങ്ങനെ 500 ലെക്സിപ്പെൻ, ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, 500 ലെക്സിപ്പന്റെ പാക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് എത്തിയ ഉടനെ അതിന്ന് 70 എണ്ണം എടുത്തിട്ട് ബാക്ക് ഓർഡർ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിലാണ് ബാക്ക് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഈ ഷോർട്ടേജ് അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ ലാഭകരമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് അത് ലാഭകരമാകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കിയോളൂ കേട്ടോ. Suppose there are 500 units of a material in the store on the opening date. ഓപ്പണിംഗ് ഡേറ്റില് 500 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഗോഡൌണില് 500 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഗോഡൌണിലുണ്ട്. ഡെയിലി ഡിമാൻഡ് ഈസ് 100 യൂണിറ്റ്സ്. ഡെയിലി ഡിമാൻഡ് വരുന്നത് 100 യൂണിറ്റ് ആണ്. അതായത് 100 യൂണിറ്റ് ആണ് ഓരോ ദിവസവും നമുക്ക് ചെലവാകുന്നത്. EOQ ഈസ് ഫിക്സ്ഡ് അറ്റ് 500 യൂണിറ്റ്സ്. EOQ 500 യൂണിറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഫ്രഷ് ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 500 യൂണിറ്റ് ആണ്. 500 യൂണിറ്റിനുള്ള ഫ്രഷ് ഓർഡർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓർഡേഡ് ആൻഡ് റിസീവ്ഡ് ആസ് സൂൺ ആസ് ഇൻവെന്ററി ബിക്കംസ് 0. ഇൻവെന്ററി 0 ആയ ഉടനെ നമ്മൾ പുതിയ EOQന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുന്നു. അത് ഉടനെ തന്നെ നമുക്ക് കിട്ടും. ലീഡ് ടൈം 0 ആണ്. ഈ എക്സാമ്പിൾ മനസ്സിലായോ? ദിവ്യ മനസ്സിലായി സർ. മനസ്സിലായി. നവ്യ, ശില്പ മനസ്സിലായി. ഓക്കെ, നോക്കിക്കോട്ടെ. അപ്പൊ ഈ ഒരു എക്സാമ്പിളിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിക്കോളൂ. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ സ്റ്റോറിൽ 500 യൂണിറ്റ് ഇൻവെന്ററി ഉണ്ട്. ഫസ്റ്റ് ഡേ ഓരോ ദിവസവും നമ്മുടെ ഡിമാൻഡ് 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് ആണ് ചെലവാകുന്നത്. സോ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയുടെ അവസാനം നമ്മുടെ ഇൻവെന്ററി എന്തായി മാറും? 400 യൂണിറ്റ് ആയി മാറും. സെക്കൻഡ് ഡേ 100 യൂണിറ്റ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു. സെക്കൻഡ് ഡേ അവസാനം നമ്മുടെ ഗോഡൌണിൽ 300 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ആ മെറ്റീരിയൽ. തേർഡ് ഡേയും നമ്മൾ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നു. തേർഡ് ഡേയുടെ അവസാനം 200 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും സ്റ്റോക്ക്. ഫോർത്ത് ഡേയും 100 യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ 200 100 കുറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം അവസാനം 100 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ഗോഡൌണിലെ സ്റ്റോക്കിന്റെ ലെവല്. ഇനി 5ാമത്തെ ദിവസവും നമ്മൾ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നു. 5ാമത്തെ ദിവസം അവസാനം അത് എത്രയായി മാറിയിട്ടുണ്ടാവും? 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ സ്റ്റോക്കില്.
0 ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രഷ് ഓർഡർ കൊടുക്കുന്നു. ഫ്രഷ് ഓർഡർ എത്ര യൂണിറ്റിന്റെ ഫ്രഷ് ഓർഡറാണ് കൊടുക്കുന്നത്? 500 യൂണിറ്റിന്റെ ഫ്രഷ് ഓർഡർ കൊടുക്കുന്നു. സോ 0 എന്നുള്ളത് ഉടനെ തന്നെ എന്തായിട്ട് മാറും? 500 ആയിട്ട് മാറും. അപ്പൊ 5ാമത്തെ ദിവസം അവസാനം 0 ആയിട്ട് മാറുന്നുണ്ട് സ്റ്റോക്ക്. ഉടനെ തന്നെ നമ്മൾ ഫ്രഷ് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഗോഡൌണിലേക്ക് 500 യൂണിറ്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എത്തുന്നുണ്ട്, ഒരുമിച്ച് എത്തുന്നുണ്ട്. സോ 500 യൂണിറ്റ് ആയി ഇപ്പോൾ നമ്മുടെ ഗോഡൌണില്. 6ാമത്തെ ദിവസം നമ്മൾ 100 യൂണിറ്റ് ഉപയോഗിക്കുന്നു, അപ്പോൾ 400 ആവുന്നു. 7ാമത്തെ ദിവസം 300 ആവുന്നു. 8ാമത്തെ ദിവസം 200 ആവുന്നു. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സാധാരണ EOQയിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഷോർട്ടേജ് അനുവദിക്കുന്നില്ല. കാരണം 0 ആയ ഉടനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഫ്രഷ് ഓർഡർ. ഉടനെ തന്നെ ഗോഡൌണിലേക്ക് 500 യൂണിറ്റ് എത്തുന്നു. ഷോർട്ടേജ് നമ്മൾ അലൗ ചെയ്യാത്ത ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രാഖി, സർ, ഈ ഗ്രാഫിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 5th ഡേ 0 ഇൻവെന്ററി നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തപ്പോ നമ്മള് ന്യൂ ഓർഡർ പ്ലേസ് ചെയ്യണം. അന്ന് തന്നെ പ്ലേസ് ചെയ്യുന്നു, അന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. ഓക്കെ. 0 ആയ ഉടനെ നമ്മൾ ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഉടനെ തന്നെ ഫ്രഷ് ഓർഡർ നമ്മുടെ ഗോഡൌണിലേക്ക് എത്തും. സോ ഷോർട്ടേജ് അലൗ ചെയ്യണേ ഇല്ല. ഷോർട്ടേജ് ഇല്ല നമുക്ക്. നമ്മൾ 6ാമത്തെ ദിവസം നമ്മൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയില്ല. മനസ്സിലായോ? ശബരി, മനസ്സിലായോ? മനസ്സിലായി സാർ. ശില്പ, മനസ്സിലായി സാർ. മനസ്സിലായി. സോ ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് മോഡലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മള് ഷോർട്ടേജ് അനുവദിക്കുന്നില്ല. ഒരു കസ്റ്റമറിനോടും ഒരു ദിവസവും നമ്മൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഡേ ആണെങ്കിലും, സെക്കൻഡ് ഡേ ആണെങ്കിലും, തേർഡ് ഡേ ആണെങ്കിലും, 4th ഡേ ആണെങ്കിലും, 5th ഡേ ആണെങ്കിലും, 6th ഡേ ആണെങ്കിലും നമ്മൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയില്ല. ശരിക്കും 5th ഡേ അവസാനം 0 ആകുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഗോഡൌണിലേക്ക് മെറ്റീരിയൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6th ഡേയും നമ്മൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയില്ല. സോ ഷോർട്ടേജ് ഈസ് നോട്ട് അലൗഡ് ഹിയർ. ഇനി ഷോർട്ടേജ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം വേർ ഷോർട്ടേജ് ഈസ് അലൗഡ്. ഷോർട്ടേജ് അലൗ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കമ്പനി എന്താ ചെയ്തിരിക്കുന്നത്? ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ദ കമ്പനി ഡിസൈഡഡ് ടു ഫിക്സ് EOQ ആസ് 600 യൂണിറ്റ്സ്. EOQ 500 എന്നുള്ളത് മാറ്റിയിട്ട് 600 യൂണിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് അറ്റ് എ ടൈം ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ 600 യൂണിറ്റ് ആണ് ഒരുമിച്ച് മേടിക്കുന്നത്. അതാണ് EOQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ സ്റ്റോക്ക് ഈസ് 400. ആദ്യത്തെ ദിവസം തുടക്കത്തിൽ 400 യൂണിറ്റ് ആണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്. ഷോർട്ടേജ് ഫോർ 200 യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് 2 days ഷോർട്ടേജ് ഈസ് അലൗഡ്. 2 ദിവസം സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതായത് 200 യൂണിറ്റ് വരെ ഷോർട്ടേജ് അനുവദിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ഡിമാൻഡ് 100 യൂണിറ്റ് ആണ്. 2 ദിവസത്തെ ഡിമാൻഡ് 200 യൂണിറ്റ് ആണ്. 200 യൂണിറ്റ് വരെ ഷോർട്ടേജ് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, 2 ദിവസത്തെ ഷോർട്ടേജ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത് എന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുക. നോക്കിക്കോളൂ. ഓപ്പണിംഗ് ടൈമില് 400 യൂണിറ്റ് ആണ് നിങ്ങളുടെ ഗോഡൌണിലുള്ളത്. സോ ഓൺ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഡേ യു ഹാവ് 400 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ യുവർ സ്റ്റോക്ക്. ആദ്യത്തെ ദിവസം 100 യൂണിറ്റ് ആണ് നിങ്ങളുടെ കൺസംഷൻ. ഡിമാൻഡ് 100 യൂണിറ്റ് ആണ്. സോ ആദ്യത്തെ ദിവസം അവസാനിക്കുമ്പോൾ 300 യൂണിറ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഗോഡൌണില്. 2ാമത്തെ ദിവസമായപ്പോൾ 200 യൂണിറ്റ് ആയി നിങ്ങളുടെ ഗോഡൌണില്. 3ാമത്തെ ദിവസമായപ്പോൾ 100 യൂണിറ്റ് ആയി നിങ്ങളുടെ ഗോഡൌണില്. 3ാമത്തെ ദിവസം അവസാനം കേട്ടോ. 3ാമത്തെ ദിവസം എൻഡില് 100 യൂണിറ്റ് ആയി. 4ാമത്തെ ദിവസം നമ്മൾ ഈ 100 യൂണിറ്റ് ഉപയോഗിച്ചു. 4ാമത്തെ ദിവസം അവസാനമായപ്പോൾ നമ്മുടെ ഗോഡൌണിൽ 0 ആയി. നമ്മുടെ ഗോഡൌണിൽ 0 ആയ ഉടനെ നമ്മൾ EOQക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ഓർഡർ കൊടുക്കുന്നില്ല. ബിക്കോസ് വി അലൗ ഷോർട്ടേജ്. നമ്മൾ ഷോർട്ടേജ് അനുവദിക്കുന്നുണ്ട്. 5ാമത്തെ ദിവസം 100 യൂണിറ്റ് ചോദിച്ചു വരുന്ന ആളോട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് വി അലൗ ഷോർട്ടേജ്. സോ 5ാമത്തെ ദിവസം 100 യൂണിറ്റ് ചോദിച്ചു വരുന്ന കസ്റ്റമറിനോട് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയി എന്ന് പറയാണ്. 6ാമത്തെ ദിവസവും 100 യൂണിറ്റ് ചോദിച്ചു വരുന്ന ആളോട് നമ്മൾ എന്ത് പറയുന്നു? സോറി, സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ 2 ദിവസവും 100 യൂണിറ്റ് ചോദിച്ചു വന്നവരോട്
നമ്മൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ മൊത്തം സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞത് 200 യൂണിറ്റ് ആയി. 200 യൂണിറ്റ് വരെ ഷോർട്ടേജ് അലൗ ചെയ്യുന്നുണ്ട്. 6ാമത്തെ ദിവസം അവസാനമായപ്പോൾ 200 യൂണിറ്റ് അല്ലേ ഷോർട്ടേജ് അലൗ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഷോർട്ടേജ് അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് 6ാമത്തെ ദിവസം അവസാനം നമ്മൾ EOQക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ഓർഡർ കൊടുക്കുകയാണ് നമ്മുടെ ഗോഡൌണിലേക്ക്. അപ്പോൾ 5ാമത്തെ ദിവസം ഷോർട്ടേജ് വന്നു 100, 6ാമത്തെ ദിവസം ഷോർട്ടേജ് വന്നു 100, അങ്ങനെ മൊത്തം 200 ഷോർട്ടേജ് വന്നു. 200 ഷോർട്ടേജ് വരെ നമ്മൾ അനുവദിക്കുന്നുണ്ട്. 6ാമത്തെ ദിവസം അവസാനമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്തു. ഫ്രഷ് ഓർഡർ എത്രയ്ക്കാണ് പ്ലേസ് ചെയ്യുന്നത്? EOQ 600 യൂണിറ്റ് ആണ്. സോ ഫ്രഷ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ്, ഒരു മിനിറ്റ്, ആറാമത്തെ ദിവസം നോക്കിക്കോട്ടെ. 6ാമത്തെ ദിവസം അറ്റ് ദ എൻഡ് ഓഫ് 6th ഡേ ദ കമ്പനി മേക്സ് ഫ്രഷ് ഓർഡർ ഫോർ 600 യൂണിറ്റ്സ്. അവസാനത്തെ 6ാമത്തെ ദിവസം അവസാനം കമ്പനി എന്ത് ചെയ്തു? 600 യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്തു. കാരണം 200 യൂണിറ്റ് വരെ ഷോർട്ടേജ് അനുവദിക്കുന്നുള്ളൂ. കമ്പനിയുടെ പോളിസി അതാണ്. സോ 5ാമത്തെ ദിവസം നമ്മൾ 100 യൂണിറ്റ് ഷോർട്ടേജ് പറഞ്ഞു. 6ാമത്തെ ദിവസം നമ്മൾ 100 യൂണിറ്റ് ഷോർട്ടേജ് പറഞ്ഞു. അങ്ങനെ മൊത്തം ഷോർട്ടേജ് 200 ആയി. 6ാമത്തെ ദിവസം അവസാനമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫ്രഷ് ഓർഡർ പ്ലേസ് ചെയ്തു 600 യൂണിറ്റ്. അപ്പൊ ഗോഡൌണിൽ 0 എന്നുള്ളത് എത്രയായി മാറി? 600 ആയിട്ട് മാറി. കണ്ടോ? 600 ആയിട്ട് മാറി. പക്ഷെ ഈ 600 യൂണിറ്റ് നമ്മുടെ ഗോഡൌണിലേക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് ദിസ് 600 യൂണിറ്റ്സ് 200 യൂണിറ്റ്സ് ഗോസ് ടു ബാക്ക് ഓർഡർ കസ്റ്റമർ. 5ാമത്തെ ദിവസം ഓർഡർ ചെയ്ത 100 യൂണിറ്റ് ഓർഡർ ചെയ്ത കസ്റ്റമറും 6ാമത്തെ ദിവസം 100 യൂണിറ്റ് ഓർഡർ ചെയ്ത കസ്റ്റമറിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അവരെയാണ് നമുക്ക് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 200 യൂണിറ്റ് ഉടനെ തന്നെ കൊടുത്തു. ഈ 600 യൂണിറ്റ് മെറ്റീരിയലിൽ നിന്നും 200 യൂണിറ്റ് അവർക്ക് ഉടനെ തന്നെ കൊടുത്തു. ഓൺലി റിമൈനിങ് 400 യൂണിറ്റ്സ് ഗോസ് ടു സ്റ്റോർ. സ്റ്റോറിലേക്ക് 400 യൂണിറ്റേ പോകുള്ളൂ. വന്ന 600 നിന്നും ഉടനെ തന്നെ 5ാമത്തെ ദിവസത്തെ കസ്റ്റമറിനും 6ാമത്തെ ദിവസത്തെ കസ്റ്റമറിനും കൊടുത്തു തീർത്തു. ബാക്കി 400 യൂണിറ്റ് എവിടേക്ക് പോകുന്നുള്ളൂ? സ്റ്റോറിലേക്ക് പോകുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ സിസ്റ്റം വേർ ഷോർട്ടേജ് ഈസ് അലൗഡ്. ഇങ്ങനെയാണ് ഷോർട്ടേജ് അലൗ ചെയ്യുന്ന സിസ്റ്റം റൺ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശില്പ? ഇല്ല സാർ, മനസ്സിലായി. രഞ്ജിഷ മനസ്സിലായോ? ആ സാർ, മനസ്സിലായി. ശ്രീലക്ഷ്മി, ശ്രീലേഖ? ക്ലിയർ ആയി സാർ. ക്ലിയർ ആണ് സാർ. നവ്യ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ആതിര? ക്ലിയർ ആണ് സാർ. കാർത്തിക്, ശബരി? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യമാണ്. ഇതുകൊണ്ട് എന്താണ് മെച്ചം? ഇതുകൊണ്ട് എന്താണ് ഗുണം? നോക്കൂ, നമ്മൾ 5ാമത്തെ ദിവസവും ഷോർട്ടേജ് പറഞ്ഞു, 6ാമത്തെ ദിവസവും ഷോർട്ടേജ് പറഞ്ഞു. നമ്മുടെ ഗുഡ്വില്ല് നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കസ്റ്റമറിനെ നഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ 6ാമത്തെ ദിവസം അവസാനം 600 യൂണിറ്റ് എത്തിയ ഉടനെ നമ്മൾ ഈ 5ാമത്തെ ദിവസത്തെ കസ്റ്റമറിനും 6ാമത്തെ ദിവസത്തെ കസ്റ്റമറിനും 100 യൂണിറ്റ് എത്തിക്കുന്നുണ്ട്. ഓക്കെ, കസ്റ്റമറിനെ നഷ്ടപ്പെടുന്നില്ല, പക്ഷെ നമ്മുടെ ഗുഡ്വില്ല് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്, അല്ലെ? എന്നിട്ടും ഈ സിസ്റ്റത്തിന് ചില ഗുണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ സിസ്റ്റത്തിന്റെ ഗുണം? ആർക്കാ പറയാൻ പറ്റുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ സിസ്റ്റത്തിന്റെ മെച്ചം? ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഈ രണ്ടാമത് പറഞ്ഞ സിസ്റ്റത്തിന്, ഷോർട്ടേജ് അലൗ ചെയ്യുന്ന സിസ്റ്റത്തിന് എന്താണ് മെച്ചം? സാർ, ഓർഡറിംഗ് കോസ്റ്റ് ആണോ? എന്താ ഓർഡറിംഗ് കോസ്റ്റിന്റെ പ്രത്യേകത? ആദ്യം 500 അല്ലേ ഓർഡർ ചെയ്തായിരുന്നു, അതിൽ 600 ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്താവും? ഓർഡർ കുറയും. വെരി ഗുഡ്, മിടുക്കി. ഇതാരാ പറയുന്നത്? ചിത്ര. വെരി ഗുഡ്, മിടുക്കി. യെസ്, ചിത്ര. നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറയും. കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്ന യൂണിറ്റിന്റെ എമൗണ്ട് കൂടി. 600 യൂണിറ്റ് ആണ് അറ്റ് എ ടൈം മേടിക്കുന്നത്. ഇവിടെ 500 യൂണിറ്റ് അറ്റ് എ ടൈം മേടിക്കുന്നുള്ളൂ. ഇവിടെ 600 യൂണിറ്റ് അറ്റ് എ ടൈം ഒരുമിച്ച് മേടിക്കുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ഇൻ എ ഇയർ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് ഒരു അഡ്വാൻറ്റേജ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ആർക്ക് പറയാൻ പറ്റും?
സാർ ക്യാരിയിങ് കോസ്റ്റ് കുറയുന്നാണോ? എന്താ ക്യാരിങ് കോസ്റ്റ് കുറയാൻ കാരണം? കാരണം ഇവിടെ 2 ദിവസം ഷോർട്ടേജ് വരുമല്ലോ, അപ്പൊ ആ സമയത്ത് ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാൻ ആ പറ്റും. സമയത്ത് നമുക്ക് ഒന്നും ക്യാരി ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? ആ ദിവസം നമുക്ക് ഒന്നും ക്യാരി ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല നമ്മുടെ ഗോഡൌണിൽ മാക്സിമം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എത്രയാണ്? 400 യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ അല്ലെ? 600 എത്തിയ ഉടനെ നമ്മൾ 600 ഗോഡൌണിലേക്ക് മാറ്റുന്നില്ല. അതിന്ന് 200 എടുത്തിട്ട് 5-ാമത്തെ ദിവസത്തെ കസ്റ്റമറിനെയും 6-ാമത്തെ ദിവസത്തെ കസ്റ്റമറിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബാക്കി വരുന്ന 400 എവിടേക്ക് പോകുള്ളൂ? ഓൺലി റിമൈനിങ് 400 യൂണിറ്റ്സ് ഗോസ് ടു സ്റ്റോർ. സ്റ്റോറിലേക്ക് എപ്പോഴും 400 യൂണിറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ഇവിടെ 500 യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. 500 എന്നാണ് കുറയുന്നത്, ഇവിടെ 400 എന്നാണ് കുറയുന്നത് സ്റ്റോറിൽ. അപ്പോ ഒരേ സമയം നമുക്ക് ഓർഡറിങ് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. ദിവ്യ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് 2 ദിവസം ക്യാരി ചെയ്യേണ്ടി തന്നെ വരുന്നില്ല. 5-ാമത്തെ ദിവസം ഗോഡൌണിൽ ക്യാരി ചെയ്യേണ്ടി വരുന്നില്ല, 6-ാമത്തെ ദിവസം നമുക്ക് ക്യാരി ചെയ്യേണ്ടി വരുന്നില്ല. സപ്പോസ് ഇതൊരു കോൾഡ് സ്റ്റോറേജ് ആണെന്ന് വിചാരിക്കുക. 5-ാമത്തെ ദിവസവും നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാം, 6-ാമത്തെ ദിവസവും നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാം. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മിഥുന ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അപ്പൊ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് കുറച്ചൂടെ? കുറയ്ക്കാൻ പറ്റും. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ടേജ് അലൗ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാവുന്ന ഗുണം. എന്ന് വിചാരിച്ച് 2 ദിവസം ഷോർട്ടേജ് ആണ് ഇവിടെ അനുവദിച്ചു തന്നിട്ടുള്ളത്. ഒരു 10 ദിവസം ഷോർട്ടേജ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ നമുക്ക് കസ്റ്റമറിനെ നഷ്ടപ്പെടും, വല്ലാതെ ഗുഡ് വില്ല് നഷ്ടപ്പെടും, വല്ലാതെ ഇമേജ് ഇടിയും, ചിലപ്പോ സെയിൽസ് കുറയും. കാരണം 7-ാമത്തെ ദിവസവും നമ്മൾ പറയാണ് ഷോർട്ടേജ് ആണ്, 8-ാമത്തെ ദിവസവും നമ്മൾ പറയുന്നത് ഷോർട്ടേജ് ആണ്, 9-ാമത്തെ ദിവസം ഷോർട്ടേജ് പറയുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറിനെ നഷ്ടപ്പെടും. അപ്പൊ ഒരു പരിധിക്കപ്പുറം ഷോർട്ടേജ് അലൗ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ ഷോർട്ടേജ് അലൗ ചെയ്താൽ നമുക്ക് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ശ്രീലക്ഷ്മി, രഞ്ജിഷ? ക്ലിയർ ആയി? ഇനി നിങ്ങള് നോട്ട്ബുക്കില് എന്താണ് ഇത് എഴുതാൻ തയ്യാറായിക്കോളൂ. ഒരു ഇക്വേഷൻ എഴുതിക്കോളൂ. ഷോർട്ടേജ് അനുവദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാക്സിമം സ്റ്റോക്ക് ലെവല് ഈ ഇക്വേഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഷോർട്ടേജ് അനുവദിക്കുമ്പോൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ വിൽ ബി EOQ മൈനസ് ഷോർട്ടേജ് അലൗഡ്. EOQ മൈനസ് ഷോർട്ടേജ് അലൗഡ്. എത്ര ഷോർട്ടേജ് ആണോ അലൗ ചെയ്യുന്നത് അത് EOQ എന്ന് മൈനസ് ചെയ്യാം. ദാറ്റ് വിൽ ബി ദ മാക്സിമം സ്റ്റോക്ക് ലെവൽ. അതിനേക്കാൾ കൂടില്ല സ്റ്റോക്ക് ലെവൽ. ഇവിടെ 400 ആണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ഇക്വേഷൻ എഴുതിയോ മിഥുന? എഴുതി സാർ. എല്ലാവരും എഴുതി എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഇക്വേഷൻസുകൾ എഴുതാൻ തയ്യാറായിക്കോളൂ. ഇനി EOQന്റെ ഇക്വേഷൻ ഒക്കെ മാറ്റമുണ്ട് കേട്ടോ. ഇക്വേഷൻ ഫോർ EOQ വിത്ത് ഷോർട്ടേജ്. D എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് ആണ്. CO ഓർഡറിംഗ് കോസ്റ്റ് ഓർ സെറ്റപ്പ് കോസ്റ്റ് പെർ ഓർഡർ ഓർ സെറ്റപ്പ്, അതിനെയാണ് നമ്മൾ CO എന്ന് പറയുന്നത്. CH ഓർ CC രണ്ടും നമ്മൾ പറയും ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ, അതിനെയാണ് CH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CC എന്ന് പറയുന്നത്. ആൻഡ് CS ഷോർട്ടേജ് കോസ്റ്റ്, ഇതും നമുക്ക് വരുന്നുണ്ട്. ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് കാണണം. അത് കണക്കിൽ തന്നിട്ടുണ്ടാവും ഷോർട്ടേജ് കോസ്റ്റ് എത്രയാണെന്ന്. ഒരു യൂണിറ്റിന് വരുന്ന ഷോർട്ടേജ്, ഒരു യൂണിറ്റ് ഷോർട്ടേജ് വന്നാൽ നമുക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണെന്നുള്ളത് കണക്കിൽ തന്നിട്ടുണ്ടാവും. ക്യാരിയിങ് കോസ്റ്റ് തന്ന പോലെ, ഓർഡറിംഗ് കോസ്റ്റ് തന്ന പോലെ, ആനുവൽ ഡിമാൻഡ് തന്ന പോലെ കണക്കിൽ CS-ഉം തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് EOQ കാണാം? EOQ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. EOQ ഈക്വൽ ടു, ഇനി ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ എഴുതരുത്, അത് ബേസിക് EOQന്റെ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് ബേസിക് EOQ, √2DC0 ഡിവൈഡഡ് ബൈ CH. ഇതാണ് ബേസിക് EOQ. ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാണ്. ബേസിക് EOQന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇനി EOQ വിത്ത് നോൺ ഇൻസ്റ്റന്റേനിയസ് റെസിപ്റ്റ് ആണ് അടുത്തത് നമ്മൾ പഠിച്ചത്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. എന്താണ്? √2DC0 ഡിവൈഡഡ് ബൈ CH ഇൻറ്റു 1 മൈനസ് D ബൈ P. D എന്ന് പറയുന്നത് ഡിപ്ലഷൻ റേറ്റും P എന്ന് പറയുന്നത് റിപ്ലനിഷ്മെന്റ് റേറ്റും. ഓക്കെ, ഇതാണ്
EOQ വിത്ത് നോൺ ഇൻസ്റ്റന്റേനിയസ് റെസിപ്റ്റിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇപ്പൊ വരാൻ പോകുന്ന ഇക്വേഷൻ കുറച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. √2DCO ഡിവൈഡഡ് ബൈ CH. ഇത് ബേസിക് EOQ തന്നെയാണ്. അതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടെ വരുന്നുണ്ട്. ഇൻറ്റു CS പ്ലസ് CH ഡിവൈഡഡ് ബൈ CS. CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് കോസ്റ്റ്, പ്ലസ് CH എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ്, ഡിവൈഡഡ് ബൈ CS തന്നെ. ഓക്കെ, സോ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ EOQ വരുന്നുണ്ട്. ഈ ഇക്വേഷൻ എഴുതിയെടുത്തോളൂ. EOQ വിത്ത് ഷോർട്ടേജിൽ EOQന്റെ ഇക്വേഷൻ ആണത്. EOQ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ഓർഡേഴ്സിന് ഒരു വ്യത്യാസമില്ല. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ, അത് തന്നെയാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ്. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ. നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കൊല്ലത്തെ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി CO. CO എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഓർഡർ, കോസ്റ്റ് ഓഫ് വൺ ഓർഡർ. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ, അതാണ് CO ഇൻറ്റു N, നമ്പർ ഓഫ് ഓർഡേഴ്സ്. അതാണ് ടോട്ടൽ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ്. ഇനി നമുക്ക് ടോട്ടൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് കിട്ടണം. അതിന് ആവറേജ് ഇൻവെന്ററി കണ്ടെത്തണം. ആവറേജ് ഇൻവെന്ററിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആവറേജ് ഇൻവെന്ററിയുടെ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആവറേജ് ഇൻവെന്ററിയുടെ ഇക്വേഷൻ ബേസിക് EOQയിൽ ഇതാണ്. ബേസിക് EOQയിൽ വളരെ ഈസിയാണ്. EOQ ഡിവൈഡഡ് ബൈ 2. നോൺ ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ EOQ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് D/P. ഇത് നോൺ ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ. എന്നാൽ ഷോർട്ടേജ് അനുവദിക്കുന്ന EOQയില് ആവറേജ് ഇൻവെന്ററി എങ്ങനെയാ കണ്ടുപിടിക്കുക? EOQ മൈനസ് S ഹോൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 EOQ. ഇതാണ് ഇക്വേഷൻ, എഴുതിയെടുത്തോളൂ. EOQ മൈനസ് S ഹോൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 EOQ. ആവറേജ് ഇൻവെന്ററിയുടെ ഇക്വേഷൻ. എഴുതിയിരുത്തോ രഞ്ജിഷ, മിഥുന, നവ്യ? എഴുതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഉണ്ടാവണല്ലോ. ഡൗട്ട് വേണം. എന്താണ് S? ഷോർട്ടേജ് അല്ലേ സർ? വെരി ഗുഡ്, മിടുക്കി. ഷോർട്ടേജ് അലൗഡ്. ഷോർട്ടേജ് അലൗഡ്, അലൗ ചെയ്തിട്ടുള്ള ഷോർട്ടേജ്. എത്ര ഷോർട്ടേജ് ആണ് അനുവദനീയം? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 200 യൂണിറ്റ് ആണ് അനുവദനീയം. സോ ഷോർട്ടേജ് അലൗഡിനെയാണ് S എന്ന് പറയുന്നത്. EOQ മൈനസ് S ഹോൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 EOQ. ഇതാണ് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ S കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. S കണക്കിൽ തരില്ല. S കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് എഴുതിയെടുത്തോളൂ. ഒപ്റ്റിമം ഷോർട്ടേജ് ലെവൽ. ഒപ്റ്റിമം ഷോർട്ടേജ് ലെവൽ, അനുവദനീയമായ ഷോർട്ടേജ് ലെവല് എത്രയാണ് എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷനും കൂടെ എഴുതിയെടുത്തോളൂ. S ഈക്വൽ ടു EOQ ഇൻറ്റു CH ഡിവൈഡഡ് ബൈ CS പ്ലസ് CH. ഇതിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ആണത്. ഇതിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ്. ഈ മുകളിൽ ഇരിക്കുന്ന അടിയിലേക്ക് വരും. CS പ്ലസ് CH അടിയിലേക്ക് വന്നു. മുകളില് CH ആണ് വരുന്നത് കേട്ടോ. ഇതല്ല മുകളിലേക്ക് കയറി വരുന്നത്. CH ഡിവൈഡഡ് ബൈ CS പ്ലസ് CH. തെറ്റരുത് ഒരിക്കലും. ഏതാ? എസിന്റെ ഇക്വേഷൻ. എസിന്റെ ഇക്വേഷൻ അല്ലേ? EOQ ഇതിൽ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കണ്ടു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. EOQ ഇൻറ്റു CH ഡിവൈഡഡ് ബൈ CS പ്ലസ് CH. ആ ബ്രാക്കറ്റ് ഒക്കെ അതേപോലെ തന്നെ വരയ്ക്കണേ. സോ ആവറേജ് ഇൻവെന്ററി കിട്ടി.
അപ്പൊ ആവറേജ് ഇൻവെന്ററി കണ്ടെത്തണമെങ്കിൽ ആദ്യം എസ് കണ്ടെത്തണം കേട്ടോ. എസ് കണ്ടെത്തിയാലേ ആവറേജ് ഇൻവെന്ററി കണ്ടെത്താൻ പറ്റുള്ളൂ. സോ ആവറേജ് ഇൻവെന്ററി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടോട്ടൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് കിട്ടും. സി എച്ച് ഇൻറ്റു ആവറേജ് ഇൻവെന്ററി. സി എച്ച് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആവറേജ് ഇൻവെന്ററി. അത്രയും ഇൻവെന്ററി ആയിരിക്കും ഓൺ ആൻ ആവറേജ് സ്റ്റോറിൽ ഉണ്ടാവുക. ഒരു യൂണിറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് ഇൻറ്റു ആവറേജ് ഇൻവെന്ററി. സോ ദാറ്റ് ഈസ് ടോട്ടൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ഇനി നമുക്ക് ഷോർട്ടേജ് കോസ്റ്റും കൂടെ കണ്ടെത്തണം. ഷോർട്ടേജ് കോസ്റ്റ്, ടോട്ടൽ ആനുവൽ ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് കണ്ടെത്തണം. അതിനെന്താ ചെയ്യേണ്ടത്? ആവറേജ് ഷോർട്ടേജ് കണ്ടെത്തണം. നമ്മൾ ആവറേജ് ഇൻവെന്ററി കണ്ടെത്തിയ പോലെ തന്നെ ആവറേജ് ഷോർട്ടേജ് കണ്ടെത്തണം. ആവറേജ് ഷോർട്ടേജ് കണ്ടെത്തണം. ആവറേജ് ഷോർട്ടേജ് എങ്ങനെയാണ് കണ്ടെത്തുക? ആവറേജ് ഷോർട്ടേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇത് എഴുതിയിട്ടുള്ളൂ. ആവറേജ് ഷോർട്ടേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. എസ് സ്ക്വയർ. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ്, അനുവദനീയമായ ഷോർട്ടേജ്, സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u. ആവറേജ് ഷോർട്ടേജ് ആദ്യം കണ്ടെത്തുന്നു. എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u. ആവറേജ് ഷോർട്ടേജ് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ടേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്, അതിനെ ഇൻഡ്യൂ ചെയ്താൽ മതി. ഷോർട്ടേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കിൽ തന്നിട്ടുണ്ടാവും, സി എസ് കണക്കിൽ തന്നിട്ടുണ്ടാവും, ഇൻഡു ആവറേജ് ഷോർട്ടേജ്. ആവറേജ് ക്യാരിങ് കോസ്റ്റ് കണ്ടുപിടിക്കണ മാതിരി തന്നെ. ആവറേജ് ക്യാരിങ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? ആവറേജ് ഇൻവെന്ററി ഇൻഡു സി എച്ച്. ആവറേജ് ഇൻവെന്ററി ഇൻഡു സി എച്ച്. ആനുവൽ ഷോർട്ടേജ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ആവറേജ് ഷോർട്ടേജ് ഇൻറ്റു സി എസ്. ആവറേജ് ഷോർട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u. ഇത്രയും ഇക്വേഷൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് EOQ വിത്ത് ഷോർട്ടേജ് മോഡൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. എല്ലാ ഇക്വേഷനും എഴുതിയോ ശബരി? എഴുതി സാർ. എഴുതി. അപ്പൊ എല്ലാവരും എഴുതി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിലെങ്ങനെയാണ് ഒരു ഓർഡർ ആയിട്ട് ഞാൻ പറയാം. ആദ്യം EOQ കണ്ടെത്തുന്നു. EOQ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടെത്താം. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എസ് കണ്ടെത്തണം. എസ് കണ്ടെത്തിയാൽ മാത്രമാണ് ആവറേജ് ഇൻവെന്ററി കണ്ടെത്താൻ പറ്റുള്ളൂ. ആവറേജ് ഇൻവെന്ററി കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ടോട്ടൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് കണ്ടെത്താൻ പറ്റും. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ആവറേജ് ഷോർട്ടേജ് കണ്ടെത്തണം. ആവറേജ് ഷോർട്ടേജ് എത്രയാന്നുള്ളത് കണ്ടെത്തണം. കാരണം അത് കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? ടോട്ടൽ ആനുവൽ ഷോർട്ടേജ് കോസ്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ രീതിയിൽ നമ്മൾ EOQ വിത്ത് ഷോർട്ടേജ് മോഡല് സോൾവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാനൊരു പ്രോബ്ലം തരാൻ പോവാണ്. ഈ പ്രോബ്ലം വേഗം എഴുതിയിരുത്തോളൂ. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഇത് മൂന്നും ആഡ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ എഴുതിയതാണ്. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം വേഗം എഴുതിയിരുത്തോളൂ.
ഹലോ, പ്രസാദ് സാറല്ലേ? ഞാൻ VTB കോളേജിലെ കമൽ ആണ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ. സാറേ, ഞാൻ വിളിച്ചത് എന്തിനാ വെച്ചാല്, നമ്മള് അവിടെയാണല്ലോ ഇന്ന് ഇപ്രാവശ്യം എ സോൺ മത്സരങ്ങൾ നടക്കുന്നത്. നമ്മുടെ കുട്ടികൾ കുറച്ചുപേര് അവിടേക്ക് വരുന്നുണ്ട് മത്സരങ്ങൾക്കായിട്ട്. അപ്പൊ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും കാറ്ററിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ജസ്റ്റ് ഉച്ചയ്ക്ക് ഊണും ഒരു തോരനും ഒരു സാമ്പാറും ഒരു അച്ചാറും 50 രൂപയ്ക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു ഭക്ഷണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ₹40 അത് നമുക്ക് അങ്ങനെ പോയാൽ കിട്ടുമോ? അത് ഷോർട്ടേജ് വരുമോ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വെക്കണോ മുമ്പേ? 30 പേരുണ്ടാവും നാളെ. ആ 50 രൂപയ്ക്ക് കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്യാൻറ്റീനിൽ ഉണ്ടാവോ ഭക്ഷണം? അല്ല, നമ്മള് വിളിച്ചു പറയണോ? ആണോ? ഒന്ന് നമ്പർ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഞങ്ങൾക്ക് പറയാലോ, VTB കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ കൂപ്പണായിട്ട് ചെല്ലണവർക്ക് കൊടുക്കാലോ. ആ ആ ഓക്കെ സാർ. ഓക്കെ. ക്യാൻറ്റീനിലെ ഇത് തന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പേടിക്കാനില്ലല്ലോ. ഏ ആ ശരി. ആയിക്കോട്ടെ. അപ്പൊ ഞാനിപ്പോ ഹായ് ഇടാം സാർ. വേറെ വിശേഷമൊന്നുമില്ല. ശരി. ആയിക്കോട്ടെ. ശരി, ഓക്കെ, താങ്ക് യു. എഴുതിരുത്തോ മിഥുന, നവ്യ? എഴുതിരുത്തോ? നവ്യ എഴുതിരുത്തോ? നവ്യ, മിഥുന സർ എഴുതിരുത്തോ? എഴുതിരുത്തു. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് മിഥുന എന്നെ സഹായിക്കില്ലേ? ഓക്കെ, ഫൈൻ. Cement manufacturing company requires a particular component for the production at 10,000 units annually. അപ്പൊ ആനുവൽ ഡിമാൻഡ് എത്രയാണ്? 10,000. D equal to 10,000. Okay. The cost of making an order is ₹150. അതെന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് per order. CO.
CO equal to 150 per order. The cost of carrying 1 unit of component is 0.75 per year. എന്താണ് carrying cost. Carrying cost, CH, holding cost or carrying cost. And shortage cost per unit per year is rupees 2. Shortage cost per unit per year is rupees 2. Shortage cost. ഷോർട്ടേജ് കോസ്റ്റും തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഷോർട്ടേജ് വന്നാൽ നമുക്ക് ഉണ്ടാവുന്ന നഷ്ടമാണ് 2 രൂപ. സോ CS ഈസ് ₹2 per യൂണിറ്റ്. അപ്പൊ എല്ലാ സാധനവും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ ഈസ് 311. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. Optimum quantity to be ordered when no shortage is allowed. Optimum quantity to be ordered, that is EOQ, when no shortage is allowed. Optimum quantity to be ordered when shortage is allowed. And also make a suggestion regarding whether to allow shortage or not to allow shortage. Shortage allow ചെയ്യണോ അതോ allow ചെയ്യാതിരിക്കണോ എന്നുള്ളതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് optimum quantity to be ordered when no shortage is allowed ഉം optimum quantity to be ordered when shortage is allowed ഉം വേഗം കണ്ടുപിടിക്കുക. ബേസിക് EOQ കണ്ടെത്തണം, അതായത് ഷോർട്ടേജ് ഇല്ലാത്ത EOQ. അപ്പൊ അതിൽ നമ്മൾ CS ഉപയോഗിക്കില്ല, ഷോർട്ടേജ് ഇല്ലെങ്കിൽ CS ഉപയോഗിക്കില്ല. പിന്നെ CS ഉപയോഗിച്ചുകൊണ്ടുള്ള EOQ, രണ്ടിന്റെയും ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കൂ. ശില്പ മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. വേഗം ബേസിക് EOQ when no shortage is allowed ഉം EOQ when shortage is allowed ഉം കണ്ടുപിടിച്ച് തരും. ഹലോ സാറേ. പ്രസാദ് സാറ് ക്യാൻറ്റീനിലെ നമ്പർ തരാറുണ്ട്. ക്യാൻറ്റീനിൽ 40 രൂപയുള്ളൂ. അപ്പൊ എന്തായാലും അവിടെ ഉണ്ടാക്കുന്നുണ്ടാവും. എന്തായാലും വിളിച്ചു പറഞ്ഞോളാം പറഞ്ഞു. അപ്പൊ അത് നന്നായല്ലോ. വിളിച്ചു പറയും, ക്യാൻറ്റീനിന്റെ നമ്പർ തരും ഇപ്പൊ. അപ്പൊ ഉണ്ടാവും എന്നാ പറഞ്ഞേ. അപ്പൊ എന്താ അതെ അതുണ്ടാവും. അത് പിന്നെ പിള്ളേർ തന്നെ പഠിച്ചോട്ടെ, നമ്മൾ പഠിച്ചു കൊടുക്കണ്ട. അതെ 4 സ്റ്റേജ്. സാർ നാളെ ഉണ്ടാവില്ലേ? ഉച്ചയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. ശരി. ഓക്കെ. നവ്യ, ബേസിക് EOQ കിട്ടിയോ? EOQ when no shortage is allowed കിട്ടിയോ? ഇല്ല സർ, ഞാൻ ചെയ്യാണ്. ചെയ്തോണ്ട് വേഗം ചെയ്യ്.
2345 പറഞ്ഞ ആരാ ആൻസർ പറഞ്ഞ ആരാണ്? ഞാന്. നവ്യ. ആ. നവ്യ എത്രയാണ് ആൻസർ? ഷോർട്ടേജിന്റെ 2345.20. ഷോർട്ടേജ് അനുവദിച്ചാൽ. ഷോർട്ടേജ് അനുവദിക്കാണ്ടിരുന്നാല് ഷോർട്ടേജ് അനുവദിക്കാതെ 632 ആണോ? 632 നോക്കട്ടെ കേട്ടോ. 632 എങ്ങനെയാ വന്നേ? EOQ when no shortage is allowed. EOQ when no shortage is allowed എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്വേഷൻ ഇതാണ് 2√2DCO ഡിവൈഡഡ് ബൈ CH. നമ്മൾ സാധാരണ ബേസിക് EOQ അതെത്ര? ബേസിക് EOQ എത്രയാ വന്നേ? ചിത്ര, ബേസിക് EOQ എത്രയാ വന്നേ? 2000. ഓക്കെ, ബേസിക് EOQ 2000. 2DCO നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന √2 ഇൻറ്റു ആനുവൽ ഡിമാൻഡ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഡിവൈഡഡ് ബൈ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ 2000 യൂണിറ്റ് ആണ് ബേസിക് EOQ വരുന്നത്. നവ്യക്ക് അത് കിട്ടിയില്ല? ശരിയാണ്, ഇപ്പഴാ കിട്ടിയത്. ഇപ്പൊ കിട്ടി. ഓക്കെ, സോ ബേസിക് EOQ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അതാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡ്. ഷോർട്ടേജ് അലൗ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ട ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് EOQ, ദാറ്റ് ഇസ് 2000 യൂണിറ്റ്. അപ്പൊ 2000 യൂണിറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് 2000 യൂണിറ്റ് ആണ്. ഓക്കെ, ഏത്? ഷോർട്ടേജ് അനുവദിച്ചില്ലെങ്കിൽ. ഇനി ഷോർട്ടേജ് അനുവദിച്ചാൽ വരുന്ന EOQന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ മാറ്റം വരുന്നുണ്ട്. അത് നവ്യ പറഞ്ഞത് ശരിയാണ്. 2345 യൂണിറ്റ്. 2345 യൂണിറ്റ്. ദാറ്റ് ഈസ് ദി ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി വെൻ ഷോർട്ടേജ് ഈസ് അലൗഡ്. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 2000, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 2345. ദിവ്യക്ക് കിട്ടിയോ? ദിവ്യ കിട്ടി സർ. കിട്ടി. ഓക്കെ, ഗുഡ്. രഞ്ജിഷ, ശില്പ, രാഖി കിട്ടി. സോ ഷോർട്ടേജ് അനുവദിക്കുന്നില്ലെങ്കിൽ EOQ 2000, ഷോർട്ടേജ് അനുവദിക്കുകയാണെങ്കിൽ EOQ 2345 ആണ്. ഓക്കെ, ശ്രീലക്ഷ്മി, ശ്രീലേഖ കിട്ടിയോ? കിട്ടി സർ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇനി അവസാനമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? നമ്മളൊരു സജഷൻ കൊടുക്കണം. ഷോർട്ടേജ് അലൗ ചെയ്യണോ, ഷോർട്ടേജ് അലൗ ചെയ്യാതിരിക്കണോ? ഇതാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തണം എന്ന് വെച്ചാൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം. രണ്ട് കാര്യങ്ങൾ കണ്ടെത്തണം. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം. ഇത് രണ്ടും ഞാൻ ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം. സോ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡിൽ രണ്ട് കോസ്റ്റുകളാണ് വരിക. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും വരും, ആനുവൽ ക്യാരിയിങ് കോസ്റ്റും വരും. ആനുവൽ പർച്ചേസ് കോസ്റ്റ് ഇതിൽ വരില്ല, കാരണം പർച്ചേസ് പ്രൈസ് ഇതിൽ തന്നിട്ടില്ല. സോ ആനുവൽ പർച്ചേസ് പ്രൈസ് വരില്ല. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും വരും, ആനുവൽ ക്യാരിയിങ് കോസ്റ്റും വരും. എപ്പോ? ഷോർട്ടേജ് അനുവദിക്കുന്നില്ലെങ്കിൽ, നോ ഷോർട്ടേജ്. സോ ടോട്ടൽ ഇൻവെന്ററി വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡില് എന്തൊക്കെയാ വരിക? ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും വരും,
ആനുവൽ ക്യാരിയിങ് കോസ്റ്റും വരും. എന്നാൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡില് 3 കാര്യങ്ങൾ വരും. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് വരും, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് വരും, ആനുവൽ ഷോർട്ടേജ് കോസ്റ്റും വരും. ഈ 3ഉം ആഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഏത് ഇൻവെന്ററി കോസ്റ്റ് ആണ് കുറവ് എന്ന് നോക്കുക. ഇൻവെന്ററി കോസ്റ്റ് കുറവുള്ള സിസ്റ്റം അലൗ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ രണ്ടും കണ്ടെത്തിയിട്ട് എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? ആനുവൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, ആനുവൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം, ആനുവൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തണം. ഇത് രണ്ടും കണ്ടെത്തിയിട്ട് ഏതാണോ കുറവ് അതാണ് നല്ലത് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഇത് ക്ലിയർ ആയോ കാർത്തികേ? ക്ലിയർ ആയി സർ. ക്ലിയർ. ആതിര, ചിത്ര, ക്ലിയർ ആണ് സർ. ഇത് രണ്ടും കണ്ടെത്തിക്കൂടെ? രണ്ടിനും ഇക്വേഷൻസുകൾ വേറെ വേറെ ഉണ്ട്. നമ്മള് ഷോർട്ടേജ് അലൗ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇന്ന് നമ്മൾ കണ്ടു. മറ്റേത് പഴയ ബേസിക് ഇഒക്യൂന്റെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, കണ്ടെത്തിയിട്ട് എനിക്ക് ഇന്ന് വൈകുന്നേരം ആൻസർ ചെയ്ത് തരണം കേട്ടോ. സോ ഞാനൊരു ക്ലൂ തരാം. ഷോർട്ടേജ് അലൗ ചെയ്യുന്നതാണ് നല്ലത്. ഷോർട്ടേജ് അലൗ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയുന്നത്. ഈ കണക്കിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയാം. സോ നിങ്ങൾ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത് നോക്കുക. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ നോ ഷോർട്ടേജ് ഈസ് അലൗഡും കണ്ടെത്തുക, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് വെൻ ഷോർട്ടേജ് ഈസ് അലൗഡ്. ഇത് രണ്ടും കണ്ടെത്തുക. ഏതാണോ കുറവ് അത് നല്ല തീരുമാനമായിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്തോളില്ലേ? നവ്യ, നവ്യ ചെയ്യില്ലേ? സർ ചെയ്യാം. മിഥുന, സർ ചെയ്യാം. രാഖി, രഞ്ജിഷ, ശില്പ. സർ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ അത് ചെയ്തിട്ട് എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശില്പ. താങ്ക് യു നവ്യ. താങ്ക് യു രഞ്ജിഷ. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു മിഥുന. താങ്ക് യു ദിവ്യ. താങ്ക് യു ശ്രീലേഖ. താങ്ക് യു. കാർത്തിക്. താങ്ക് യു കാർത്തിക്. കാർത്തിക് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കാം സർ, മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ.